ഇൻട്രാഡേ ട്രേഡേഴ്സ് നേരിടുന്ന വളരെ വലിയ ഒരു പ്രോബ്ലമാണ് ഇമോഷണൽ ട്രേഡുകൾ എന്നുള്ളത്. ഇമോഷണൽ ട്രേഡുകളെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യുന്ന വളരെ ചെറിയ ഒരു വീഡിയോ ആണിത്. നമ്മൾ എന്തുകൊണ്ട് ഇമോഷണൽ ട്രേഡുകൾ വരുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും വിവിധ തരത്തിലുള്ള ട്രേഡിംഗ് സെറ്റപ്പുകൾ ഉണ്ടാവും. എവിടെ എൻട്രി ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണം, എവിടെ ട്രേഡിൽ നിന്നും മാറി നിൽക്കണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പല വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് അനാലിസിസ് നടത്തിയിട്ടൊക്കെ നമ്മുടെ കയ്യിൽ പല രീതിയിലുള്ള ട്രേഡിംഗ് സെറ്റപ്പുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ചാർട്ടിന് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യ എൻട്രികളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമ്മുടെ മൊബൈലിലോ നമ്മുടെ ലാപ്ടോപ്പിലോ നമ്മൾ തനിച്ചിരുന്നോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരാൾ കാണുന്നില്ല, മറ്റൊരാളെ ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പ് വരുന്നതിന് മുമ്പ് തന്നെ എൻട്രി എടുക്കും, എക്സിറ്റ് ചെയ്യും, ഒരുപാട് ട്രേഡുകൾ എടുക്കും. ട്രേഡുകളുടെ എണ്ണത്തിൽ നമ്മൾ കൺട്രോൾ ചെയ്യില്ല. കാരണം നമുക്കിത് മറ്റൊരാളോട് ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ മുകളിലേക്ക് പോകുന്നു തോന്നുന്നതോടുകൂടി നമ്മൾ ബൈ ചെയ്യും, താഴേക്ക് പോകുന്നു തോന്നി കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യും. അതുപോലെ തന്നെ റിവെഞ്ച് ട്രേഡുകൾ, നമുക്കൊരു ലോസ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ട്രേഡിൽ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ അത് റിക്കവർ ചെയ്യണം എന്നുള്ള വാശിയിൽ നമ്മൾ റിവെഞ്ച് ട്രേഡുകൾ എടുക്കുന്നു. അതുപോലെ തന്നെ ഫോമോ ട്രേഡ്സ്, നമുക്കൊരു അവസരം ഇത് നേരത്തെ എൻട്രി ചെയ്തിട്ടില്ലെങ്കിൽ മിസ്സാവുമെന്ന് എഴുതിയിട്ട് നമ്മൾ യഥാർത്ഥ എൻട്രി ലെവൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചിലപ്പോൾ എൻട്രി എടുക്കും, അല്ലെങ്കിൽ മിസ്സായി പോയ ഒരു എൻട്രിക്ക് പിറകെ പോയി എൻട്രി എടുക്കും. ഇങ്ങനെയുള്ള ഒരുപാട് എററുകൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ലോസ്, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ബ്രോക്കറേജ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റും എന്നുള്ള ഒന്ന് നോക്കാം. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളെ പോലെ തന്നെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന ഒരു 2-3 സുഹൃത്തുക്കളെ കണ്ടെത്തുക. എന്നിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ വാട്സപ്പിലോ ടെലിഗ്രാമിലോ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പുകൾ, ചിലർക്ക് 1-2-3 ഒക്കെ ട്രേഡിംഗ് സെറ്റപ്പുകൾ ഉണ്ടായേക്കാം. അപ്പോൾ അത് നമ്മൾ അവിടെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞാൻ ഇന്ന രീതിയിൽ ട്രേഡിംഗ് സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ, ചാർട്ട് ലെവൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻട്രി എടുക്കും, അതുപോലെ തന്നെ എവിടെ എക്സിറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഏകദേശം അതിൻ്റെ ഒരു രൂപം നമ്മളവിടെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇത് തന്നെ എല്ലാവരും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതും. ഒരേ രീതിയിൽ ഇപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന ആളുകളെ വേണം നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഒരാൾ എല്ലാ ദിവസവും ചെയ്യുന്നു, മറ്റൊരാൾ തോന്നുമ്പോൾ എപ്പോഴെങ്കിലും എൻട്രി എടുക്കുന്നു, അങ്ങനെ ആവാൻ പാടില്ല. കാരണം നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ വേണം ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ ദിവസവും നമ്മൾ മാർക്കറ്റ് ക്ലോസിങ്ങിന് ശേഷം നമ്മുടെ ഓർഡർ ബുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ P&L സ്റ്റേറ്റ്മെൻറ്റ്, അത് ആ ഒരു ദിവസത്തെ വെരിഫൈഡ് ആണെങ്കിൽ വളരെ നല്ലത്. അത് നമ്മൾ നിർബന്ധമായും എല്ലാവരും ഗ്രൂപ്പിൽ ഇടണം എന്നുള്ളൊരു നിബന്ധന വെച്ചതിന് ശേഷമാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഇതുപോലെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അനാവശ്യ എൻട്രികൾ നമ്മൾ എന്തായാലും ഒഴിവാക്കും. കാരണം വൈകുന്നേരം നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യണം. എൻ്റെ ഏത് ട്രേഡിംഗ് സെറ്റപ്പ് പ്രകാരമാണ് എനിക്ക് എൻട്രി കിട്ടിയത് എന്നും എന്തുകൊണ്ട് എക്സിറ്റ് ചെയ്തു എന്നുള്ളതും വിശദീകരിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അനാവശ്യ ട്രേഡുകളെ ഒഴിവാക്കും. മാത്രമല്ല, നമ്മൾ പരമാവധി പ്രോഫിറ്റിൽ നിന്നുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും. കാരണം വൈകുന്നേരം നമുക്ക് P&L ഷെയർ ചെയ്യുമ്പോൾ എന്തായാലും ഒരു പ്രോഫിറ്റ് സ്ക്രീൻഷോട്ട് വിടാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യ ട്രേഡുകളെ വളരെ വലിയ രൂപത്തിൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു മാസം കണ്ടിന്യൂസ് ആയി നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ P&L വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇത് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ആ മെത്തേഡിനെ കുറിച്ച് പറയാനുള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് അവിടെ പോസ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൻ്റെ എൻട്രി എക്സിറ്റ് നമ്മൾ അവിടെ പറയുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്തായാലും വൈകുന്നേരം നമ്മൾ പബ്ലിഷ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അനാവശ്യ ട്രേഡുകളിൽ നിന്ന് മാറി നിൽക്കും. ഇതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റ്. അപ്പോൾ ഒരു മാസമെങ്കിലും കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം നിങ്ങൾക്കുണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.